ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ ഈ അനീഴം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് എന്ത് ത്യാഗവും സഹിച്ച് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്ന, കഠിനമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശുദ്ധഗതിക്കാരായിട്ടുള്ള ഈ അനീഴം നക്ഷത്രക്കാർ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ടാകുന്നതായ ഏതൊക്കെ വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുന്നവരും എല്ലാവരെയും വളരെ വേഗത്തിൽ വിശ്വസിക്കുന്നവരും കൂടിയാണ്. എന്നാലോ താൻ സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും മനോവിഷമതകൾ മനസ്സിൽ തട്ടിയാൽ ആ വിഷമതകളെയും ദുഃഖങ്ങളെയും മറക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. എന്നാലോ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അവരുടെ ദൈനംദിന ജീവിതത്തിൽ 100% ആത്മാർത്ഥത കാണിക്കുന്നതായ ഈ നക്ഷത്രക്കാർ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ്. വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ദേവഗണത്തിൽ വരുന്ന അനീഴം നക്ഷത്രക്കാർക്ക് ഈ 2026 പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടി വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജൂൺ മാസം 2-ാം തീയതി വരെ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ടും 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ ഈ ഒരു സമയത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് വർഷാരംഭത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ളതായ സമ്മർദ്ദങ്ങളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിൽ, ജീവിതാനുഷ്ഠാനങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, കർമ്മബന്ധങ്ങളിൽ, ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ, വ്യക്തിബന്ധങ്ങളിൽ, ഇതിലെല്ലാം വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെയുള്ള സമയത്ത്. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ഈ സർവേശ്വരകാരകനായിരിക്കുന്ന ഭഗവാൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും 5-ാം ഭാവത്തിലാണെങ്കിലോ ശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നത് കൊണ്ടും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിന് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ശ്രേയസ്സും കുടുംബപരമായിട്ടും അഭിവൃദ്ധിയും ഭൗതികമായിട്ടുള്ളതായ ഉണർവും ആത്മീയമായിട്ടുള്ള ചിന്തകളും വർദ്ധിക്കുന്നതായിട്ടുള്ളൊരു നല്ലൊരു സമയം കൂടിയാണ്. തൊഴിൽ മേഖലകളിലാണെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. നിലവിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അനീഴം നക്ഷത്രക്കാർ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഈ ഒരു വർഷത്തിൽ.